ഹലോ ഗൈസ്, വെൽക്കം ടു സ്വാദിഷ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജീര റൈസാണ്. അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ അരി എടുത്ത് തന്നെ കഴുകി മാറ്റി വയ്ക്കുക. ഇനി കുക്കറിൽ 1 തൊട്ട് 2 സ്പൂണ് വരെ നെയ്യിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി മാറ്റുക. ഈ ജീര റൈസ് യൂഷ്വലി നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ആൾക്കാർ കഴിക്കുന്ന ഒരു റൈസാണ്. അത് വളരെ യമ്മിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ദാൽ മഖ്നിയോ രാജ്മയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ജീരകം അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചേക്കുന്ന ബസുമതി റൈസ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊരു 1 തൊട്ട് 2 മിനിറ്റ് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ നെയ്യ് മൊത്തം ഈ അരിയിലോട്ട് പിടിക്കുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ജീരകമുള്ള ഒരു റൈസിൻ്റെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ റൈസ് എടുത്ത അതേ ബൗളിൽ ഒരു 1.5 ബൗൾ വെള്ളം നമ്മൾ എടുക്കുക. എന്നിട്ട് ഈ കുക്കറിലോട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എത്ര ഉപ്പാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കുക. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസ് ഡിഷാണ്. ചോറ് നിർബന്ധമാണെന്നുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഇതുണ്ടാക്കി നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണിത്. ഓക്കെ, അപ്പോൾ ഒരു വിസിൽ കേൾപ്പിക്കുക. നമ്മൾ കുറച്ച് നേരം കുക്കർ കൂൾ ഡൗൺ ആക്കാൻ വയ്ക്കുക. നമ്മൾ റൈസ് കണ്ടോ ഓൾമോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതൊരു ഡ്രൈ സൈഡിൽ പോകുന്ന റൈസാണ്. നമ്മൾ കേരള റൈസ് പോലെ അല്ല, കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യും. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണോ കഴിക്കാം. ഇപ്പോൾ ദാലാണോ, രാജ്മയാണോ, പനീറാണോ, ചിക്കനാണോ, എന്താണെങ്കിലും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്.